ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ ചുമതല കൈമാറിക്കൂടെ എന്നാണ്. അങ്ങനെ കൈമാറണമെങ്കിൽ കെജ്രിവാൾ മാത്രം തീരുമാനിച്ചാൽ പോരാ. അതിൽ ലഫ്റ്റനന്റ് ഗവർണർ കൂടെ അനുമതിക്കണം, ഒപ്പിടണം. അതിന് ലഫ്റ്റനന്റ് ഗവർണർ തയ്യാറാകുമോ? തയ്യാറാവില്ല. ഇവിടെ ഡൽഹിയിൽ എന്താണ് BJP ലഫ്റ്റനന്റ് ഗവർണർ ശ്രമിക്കുന്നത്? എന്താ അവിടെ ഭരണം നടക്കുന്നില്ല എന്നുള്ള ചർച്ച കൊണ്ടുവന്ന് ഒരു ക്യാമ്പയിൻ നടത്തി പൊതുജനാഭിപ്രായം രൂപീകരിച്ച് ഡൽഹി സർക്കാരിനെ പിരിച്ചുവിടുകയും അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുമാണ് BJP പ്ലാൻ ചെയ്യുന്നത്. രാഷ്ട്രപതി ഭരണം എന്ന് പറഞ്ഞാൽ ഇൻഎഫക്റ്റീവ് ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണം തന്നെയാണ്. അവിടെ ഒരു കറസ്പോണ്ടൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇവർ ഡൽഹി അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ലഫ്റ്റനന്റ് ഗവർണറുടെയും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയും കാലാകാലങ്ങളായിട്ടുള്ള ഈ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള സമീപനം പരിശോധിക്കുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ പൂർണ്ണമായിട്ടോ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതായിരിക്കാം ഒരു പക്ഷേ അവരുടെ രാഷ്ട്രീയ നയം. അതാണ് പ്രകടമാകുന്നത്. നിയമപരമായിട്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എങ്കിൽ കൂടിയും അങ്ങനെ ഒരു അറേഞ്ച്മെന്റിലേക്ക് പോകുവാൻ ലഫ്റ്റനന്റ് ഗവർണർ സന്നദ്ധത കാണിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം രാജിവെച്ചു പോവുക ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്കൽ റെസിസ്റ്റൻസിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈ ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുക എന്ന് പറയുമ്പോൾ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയെയാണ് ജയിലിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം ആ ജനങ്ങളുടെ ആ വിശ്വാസം ജയിലിലിരുന്നും ഡിസ്ചാർജ് ചെയ്യുമെന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് അവിടെ പ്രകടമാക്കപ്പെടുന്നത്. ഇനി മറിച്ചാണെങ്കിലും രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഒരു അനുമതി പരിമിതമായ രീതിയിൽ അധികാര വിനിയോഗത്തിനുള്ള അധികാരം മറ്റൊരു മന്ത്രിക്ക് കൈമാറുക അല്ലെങ്കിൽ മന്ത്രിയെ ചുമതലപ്പെടുത്തുക എന്ന് പറയുന്ന ആ ഒരു അറേഞ്ച്മെന്റിലേക്ക് ലഫ്റ്റനന്റ് ഗവർണർ പോകുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അവരുടെ ഒരു പൊതു സമീപനം ആം ആദ്മി പാർട്ടി സർക്കാരുമായി ബന്ധപ്പെട്ടോ അവരുടെ ഒരു പൊതു സമീപനം ഇപ്പം സുപ്രീം കോടതിയുടെ വിധിക്ക് ശേഷം പാർലമെന്റ് നിയമം പാസ്സാക്കിയതും മുതലുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആ ഒരു പൊതു സമീപനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണത്. അതിനെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറയുന്നത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഭരണഘടനാ കോടതികൾ ഇത്രയും നാൾ കണ്ടിട്ടില്ലാത്ത ഒരു സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം മുഖ്യമന്ത്രി അറസ്റ്റിലായിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലാണ്. അദ്ദേഹം ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കും പോകാം. ആ ഒരു സാഹചര്യത്തിൽ ഭരണഘടനയുടെ 239A എന്ന വകുപ്പ് പ്രകാരം ലഫ്റ്റനന്റ് ഗവർണറെ ഉപദേശിക്കേണ്ടത് ഭരണപരമായ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റി എന്നത് ഈ ഏജൻസിയുടെ കസ്റ്റഡിയിലായിരിക്കുന്നത് കൊണ്ടും പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് പോകാം എന്നതുകൊണ്ടും ഭരണം നിർവഹിക്കുവാൻ ഭരണസാരഥ്യം നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് കഴിയാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ അതേസമയം തന്നെയും ഭരണഘടനയിലോ നിയമത്തിലോ ഒന്നും തന്നെ വളരെ പ്രകടമായ ഒരു ബാറില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പദവിയിൽ ഇരിക്കുന്നതിനകത്ത് ഒരു തെറ്റില്ല എന്ന് അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ കഴിയും. പക്ഷേ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് 239AB ഈ 356 അനുച്ഛേദം ഡൽഹിയിൽ ഇമ്പോസ് ചെയ്യാനൊക്കില്ല. ഈ 239AB എന്ന വകുപ്പ് പ്രകാരം ഭരണഘടനാപരമായിട്ട് ഭരണം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ലഫ്റ്റനന്റ് ഗവർണറുടെ റിപ്പോർട്ടിന്റെ പുറത്തോ അല്ലാതെയോ രാഷ്ട്രപതിക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാൻ കഴിയും. അങ്ങനെ ഏർപ്പെടുത്തിയാലും അതിനു മുമ്പ് പാലിക്കേണ്ടതായിട്ടുള്ള ചില ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചില ചട്ടപ്രകാരമായിട്ടുള്ള ചില റിക്വയർമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഡൽഹിയിൽ നിയമനിർമ്മാണ സഭയുടെ കോൺഫിഡൻസിലാണ്, അവരുടെ വിശ്വാസപ്രകാരമാണ് ഓഫീസിൽ ഇരിക്കുന്നത് എന്നതുകൊണ്ട് ആ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഭരണം നടത്തുവാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മറ്റേതെങ്കിലും നേതാവിന് ഭരണസാരഥ്യം ഏറ്റെടുക്കുവാൻ കഴിയുമോ ഇല്ലയോ എന്നത് ഔപചാരികമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഭരണഘടനയുടെ ധാർമ്മിക മൂല്യങ്ങളും പൊതുചട്ടങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർക്കുണ്ട്. അതല്ലാതെ പ്രസിഡന്റ്സ് റൂൾ ഇമ്പോസ് ചെയ്യുന്ന ഒരു അവസരത്തിൽ കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസരം കൊടുക്കാതെ ഭരണം ഏറ്റെടുക്കുന്നതിനെ ഭരണഘടനാപരമായി കോടതി കാണുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് ഭരണഘടനയുടെ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് ഇതുവരെ നിഗമനം നടത്തിയിട്ടില്ലാത്ത ഒരു പുതിയ വിഷയമായതിനാൽ അങ്ങനെ ഒരു വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ചെന്നാൽ അതൊരു ഭരണഘടനാ ബെഞ്ചിന് തന്നെ പരിഗണിക്കേണ്ടതായിട്ട് വരും. അതൊരു പുതിയ വിഷയം തന്നെയാണ്, റസ് ഇന്റഗ്രെ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. വളരെ വ്യക്തമായിട്ട് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഈ മുഖ്യമന്ത്രിയായി ഇരുന്നു കൊണ്ട് അദ്ദേഹം ജയിലിൽ അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം അവിടെ കഴിഞ്ഞുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അതോറിറ്റി ഈ അടിസ്ഥാനപരമായിട്ട് ഗവർണറുടെ മുകളിലാണ് എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ലഫ്റ്റനന്റ് ഗവർണറുടെ മുകളിലാണ് എക്സിക്യൂട്ടീവ് അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. പക്ഷെ മുഖ്യമന്ത്രിയുടെയും
അദ്ദേഹത്തിന്റെ മന്ത്രിസഭയുടെയും ഉപദേശം അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ജയിലിൽ കഴിഞ്ഞുകൊണ്ട് ഈ തീരുമാനം എടുക്കുവാനുള്ള അധികാരം നെക്സ്റ്റ് ഇൻ ദ കമാൻഡ് പല വിഷയങ്ങളിലും അങ്ങനെ ഒരു അധികാരം കൈമാറുവാനുള്ള അല്ലെങ്കിൽ ഓതറൈസ് ചെയ്യുവാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ LG അനുവദിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ഒരു പുതിയ മുഖ്യമന്ത്രിയെ പോലെ പനീർശെൽവത്തിനെ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ പനീർശെൽവത്തിനെ തമിഴ്നാട്ടിന്റെ രാഷ്ട്രീയത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ജയലളിത ചൂസ് ചെയ്തതുപോലെ അങ്ങനെ ഒരു ചോയ്സ് വരികയാണെങ്കിൽ LGക്ക് ഒരു ഒബ്ജക്ഷനും റേസ് ചെയ്യാനൊക്കത്തില്ല. അതിനിടയിൽ അവർക്ക് സംഘടനാപരമായി അവർക്ക് പല പരിമിതികളുണ്ട്. ഞാൻ ഇപ്പോഴും അവർ കാണുന്നത് ഒരു ഏക വ്യക്തി കേന്ദ്രീകൃത ഒരു പാർട്ടി എന്ന നിലയ്ക്കാണ്. അവർക്ക് ഇപ്പോൾ ഓരോ സംസ്ഥാനം ഇന്ത്യയിലെ ഫെഡറൽ ഘടനയെക്കുറിച്ച് അവർക്ക് യാതൊരു ധാരണയുമില്ല. പാർട്ടി എന്ന നിലയ്ക്ക് ഞാൻ അങ്ങനെയാണ് ആ പാർട്ടിയുമായി തെറ്റുന്നത്. ഫെഡറൽ ഘടനയെക്കുറിച്ച് ഒരു ധാരണയുമില്ല. വ്യക്തി കേന്ദ്രീകൃതമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അരവിന്ദ് കെജ്രിവാളിലേക്ക് മുഴുവൻ അധികാരങ്ങളും അല്ലെങ്കിൽ അതിന്റെ കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ എങ്ങനെ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് ഡൽഹിയിലിരുന്ന് കുറേ ആളുകളാണ്. അത്തരത്തിലുള്ള തീരുമാനം വരുമ്പോൾ തീർച്ചയായും സ്വരാജ് എന്ന പ്രിൻസിപ്പിൾ പൊളിഞ്ഞു പാളീസായി. ആ അർത്ഥത്തിലാണ് ഞാൻ അവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം. എനിക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. പ്രശ്നം അതല്ല. ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിന് കാരണം വലിയ പ്രതീക്ഷയാണ്. ഈ ആം ആദ്മി പാർട്ടി നൽകിയത് അത് ഡൽഹിയിൽ ജയിച്ചു, ഇപ്പൊ പഞ്ചാബിൽ ജയിച്ചു. അവർക്ക് ഏതെങ്കിലും ഒരു മതത്തിന്റെ, ജാതിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഗത്തിന്റെ, വർണ്ണത്തിന്റെ മാത്രം പിന്തുണയുള്ള പാർട്ടിയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിച്ച ഒരു മുദ്രാവാക്യത്തിന് ആളുകൾ അവർക്ക് പിന്തുണ കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെ അവർ ഭരണം പിടിക്കുന്നു. ഒരുപക്ഷെ കേന്ദ്രത്തിലേക്ക് ഡൽഹിയിൽ 70-67 സീറ്റ് നേടുമ്പോഴും ഡൽഹി പാർലമെന്റിലേക്ക് ഒരു സീറ്റ് പോലും അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് അതിലൊരു വൈരുദ്ധ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരത് വേറെ രീതിയിൽ കാണുന്നു. പാർലമെന്റിലേക്ക് വേറെ കൊടുക്കും, ഞങ്ങൾക്ക് ഇത് വേറെ വേണം. പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ളൊരു സാഹചര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ അത് ആം ആദ്മി പാർട്ടി ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ആം ആദ്മി പാർട്ടി മോഡിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയായിട്ടുണ്ട്. മുമ്പുള്ളതിനേക്കാൾ വലിയ ഭീഷണിയായിട്ടുണ്ട്. അതിന് കാരണം ഒന്ന്, മറ്റു പാർട്ടികളെ നേരിടുന്ന രൂപത്തിൽ ആം ആദ്മി പാർട്ടി നേരിടാൻ പറ്റില്ല. പ്രത്യയശാസ്ത്രപരമായി നേരിടാൻ പറ്റില്ല. പഴയ അഴിമതി പറഞ്ഞ് നേരിടാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഇവർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെയാണ് ചോദ്യം. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇപ്പോൾ ഇത് മാത്രമല്ല, മുമ്പ് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിയമപരമായി നിയമത്തിന്റെ അക്കത്തിൽ ശരിയാണ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നിയമപരമായി ശരിയായിരുന്നല്ലോ. ഇന്ത്യയിൽ ഒരു കോടതി പോലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെ എതിർത്തില്ലല്ലോ. അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു ഇന്ന് വരെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ ശരിയായിരുന്നു പറയേണ്ടി വരും. ഈ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ 19 മാസം ജയിലിലിട്ടതും ശരിയാന്ന് പറയേണ്ടി വരും. അതിപ്പോൾ ഭരിക്കുന്നവർ അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അംഗീകരിക്കുന്നില്ല. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, ഈ ഇദ്ദേഹത്തിന് ഭരിക്കാൻ കഴിയുമെന്ന്. അവിടെയാണ് അരവിന്ദ് കെജ്രിവാൾ മറ്റ് പലരിൽ നിന്നും വളരെ വ്യത്യസ്തനാവുന്നത്. വളരെ ടാക്ടിക്കൽ, സ്ട്രാറ്റജിക്കലായിട്ടുള്ള ചില നിലപാടെടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു വകുപ്പും അരവിന്ദ് കെജ്രിവാൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഒരു മന്ത്രി ഒപ്പിടേണ്ട ഒരു കടലാസിലും അരവിന്ദ് കെജ്രിവാൾ ഒപ്പിടണ്ട. അദ്ദേഹം ജയിലിലിരുന്നാലും, അദ്ദേഹം 10 ദിവസം വിഭാസനയ്ക്ക് പോയാലും ഡൽഹിയിലെ ഭരണത്തിന് ഒരു കുഴപ്പവുമില്ലാത്ത തരത്തിൽ മന്ത്രിമാർക്ക് ആ അധികാരം കൊടുത്തിരിക്കുകയാണ്. മന്ത്രിമാരാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രി ചെയ്യാത്ത പോലെ ഒരു വകുപ്പും കൈകാര്യം ചെയ്യുന്നില്ല. ഒരു വകുപ്പില്ലാത്ത മുഖ്യമന്ത്രിയാണ്. അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത ആശയങ്ങളുമായിട്ടാണ് ആം ആദ്മി പാർട്ടി ജനങ്ങളിലേക്ക് വരികയും അധികാരത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തത്. അവർ ആ തത്വങ്ങൾ മുറുകെ പിടിക്കുക എന്നത് അവരുടെ ഡൽഹിയിലെ ഒരു പുതിയ സന്ദേശവും പേറിയെത്തിയ ആ ഒരു സംഘടനയുടെ വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ ഈ ഒരു നിർണായകമായ ഒരു സാഹചര്യത്തിൽ അധികാരത്തിൽ നിന്നും മാറി നിൽക്കുക എന്നത് രാഷ്ട്രീയപരമായിട്ടൊരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്ന് പറയുവാൻ കഴിയില്ല. അങ്ങനെ അധികാരത്തിൽ നിന്നും മാറി നിൽക്കുന്ന വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യവും ഇവിടെയുണ്ട്. നാം അദ്ദേഹത്തിനെ കുറ്റക്കാരനെന്ന് വിധിക്കുവാൻ ഈ ഒരു അവസരത്തിൽ കഴിയില്ല. അദ്ദേഹം ഒരു ആരോപണം നേരിടുകയാണ്. അപ്പോ നിയമം അനുശാസിക്കുന്ന നടപടിക്ക് വിധേയമാകുമ്പോഴും ഭരണത്തിൽ നിന്നും മാറി നിൽക്കുക എന്ന ഒരു വലിയ മഹനീയമായ ഒരു നടപടി അദ്ദേഹം സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. കാരണം പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുതിയ സന്ദേശവുമായിട്ടാണ് ആം ആദ്മി പാർട്ടി വരികയുണ്ടായത്. നമുക്കറിയാം, ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു മഹനീയമായ ഒരു മൂവ്മെന്റ് ആയിരുന്നു. അതിന്റെ നെറ്റ് പൊളിറ്റിക്കൽ റിസൾട്ടാണ് ആം ആദ്മി പാർട്ടി എന്നത്. സാധാരണ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ പോലെ അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് അതൊരു പക്ഷെ അവർക്ക് അതിൻ്റെതായ ന്യായീകരണം ഉണ്ടായിരിക്കാം. പക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എന്ന് പറയുന്ന വ്യക്തി ആരോപണത്തിന് വിധേയനായി ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം എന്നത് അത് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും അവർ ഇത്രയും നാൾ ഉയർത്തിപ്പിടിച്ച ആശയങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഡൽഹി മദ്യനയം, ആ മദ്യനയത്തിൽ
750 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു കുപ്പി മദ്യത്തിന് 300 ചില്ലാനം രൂപ സംസ്ഥാനത്തിന് കിട്ടിയത് ഒരു ദിവസം പെട്ടെന്ന് നിങ്ങൾ 12 രൂപയാക്കിയില്ലേ? അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താണ്? അതായത് സംസ്ഥാന സർക്കാരിന് നികുതി ഇനത്തിന് 300 ചില്ലാനം രൂപ കിട്ടിയത് 12 രൂപയാക്കി. അത്രയും തുക ഇത് വിൽക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഇനി 2, നിങ്ങളുടെ പേരുള്ള യഥാർത്ഥ കുറ്റം എന്താണ്? മോണോപ്പൊളൈസ് ചെയ്തു. എന്ത്? ഡൽഹി മദ്യ വിൽപ്പന. അതായത് ഡൽഹിയിലെ മദ്യത്തിന് ആവശ്യമായ മദ്യം നിങ്ങൾ തെലുങ്കാനയിലെ ചില കമ്പനികളിൽ നിന്നും മാത്രം വാങ്ങണം എന്നുള്ളൊരു തീരുമാനം എടുത്തില്ലേ? ഈ ഇന്ത്യയിൽ എവിടെയും കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ മദ്യഷാപ്പില്ലേ? ബിവറേജസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡറേഷനും ബാറുകാരും ഒക്കെ മദ്യം വിൽക്കുന്നില്ലേ? അവരേതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രമാണോ മദ്യം വാങ്ങുന്നത്? നിങ്ങൾ എങ്ങനെ അങ്ങനെ തീരുമാനിക്കുക ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രമേ മദ്യം വാങ്ങാൻ പാടുള്ളൂ എന്ന്? അതല്ലേ ആ തെലുങ്കാനക്കാരും കൂടി ഇതിൽ ഉൾപ്പെട്ടത്? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് വിവാദം വന്നപ്പോൾ നിങ്ങൾ എന്തിനാ അത് പിൻവലിച്ചത്? അത്രയും പെർഫെക്റ്റായ സത്യസന്ധമായ മദ്യനയമായിരുന്നെങ്കിൽ ഇത് ബഹളമുണ്ടാക്കിയപ്പോൾ, പ്രതിപക്ഷ ബഹളം വന്നപ്പോൾ നിങ്ങൾ എന്തിനാ പിൻവലിച്ചത്? നിങ്ങൾ പിൻവലിച്ചത് അതിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുകയും അത് പിടിക്കപ്പെട്ടു, ഇനി ഇതുമായി മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന ഒരു അവസരം വന്നപ്പോഴല്ലേ നിങ്ങൾ അത് പിൻവലിച്ചത്? പിന്നെ നിങ്ങളിപ്പോൾ പറയുന്നു മുഖ്യമന്ത്രിയെ ആദ്യം അന്വേഷണം പിന്നെ അറസ്റ്റ്, ആദ്യം അറസ്റ്റ് പിന്നെ അന്വേഷണം. ഞാൻ ചോദിക്കട്ടെ, 2023 സെപ്റ്റംബർ മാസം മുതൽ 9 തവണ നിങ്ങളെ വിളിച്ചില്ലേ? ഈ അരവിന്ദ് കെജ്രിവാൾ ആരാണ്? അദ്ദേഹത്തിന് ഈ രാജ്യത്തെ നിയമബാധകമല്ലേ? ഒരു അന്വേഷണ ഏജൻസി ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ ഒരു തവണ പോട്ടെ, അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുള്ള ആളായിരിക്കും, മാറ്റിവെക്കാം. 2 തവണയും മാറ്റിവെക്കാം. ഇനി പോട്ടെ, ഒരു 3 തവണയും മാറ്റിവെക്കാം. പക്ഷേ ഒരു രാജ്യത്തിലെ നിയമം പ്രകാരം കാര്യങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ വിളിച്ചാൽ പോവാണ്ടിരിക്കുന്നത് എവിടുത്തെ മര്യാദയാണ്? നിങ്ങളെ അരവിന്ദ് കെജ്രിവാളിനെ പോലെ തന്നെ ഒരു മുഖ്യമന്ത്രി ആയിരുന്നല്ലോ നരേന്ദ്രമോദിജിയും. അദ്ദേഹത്തെ സുപ്രീം കോടതി നിശ്ചയിച്ച SIT, CBIയുടെ റിട്ടയേർഡ് തലവൻ രാഘവൻ്റെ നേതൃത്വത്തിലുള്ള SIT അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം പോയല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ 9 മണിക്കൂർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തല്ലോ. അമിത്ഷായെ അറസ്റ്റ് ചെയ്തല്ലോ. അമിത്ഷാ ജയിലിൽ കിടന്നല്ലോ. അമിത്ഷാ ഗുജറാത്തിൽ പ്രവേശിക്കരുതെന്ന് ബെയിൽ ഓർഡറിൽ കണ്ടീഷൻ വന്നല്ലോ. ആ കേസൊക്കെ പിന്നീട് ഹൈക്കോടതി തന്നെ റദ്ദാക്കി, വിചാരണ പോലും ഇല്ലാണ്ട് റദ്ദാക്കി. അപ്പോൾ ഈ രാജ്യത്തെ രാഷ്ട്രീയക്കാരനാവട്ടെ, ഭരണാധികാരി ആവട്ടെ, ഉദ്യോഗസ്ഥനാവട്ടെ, സാധാരണ എന്നെപ്പോലെ തെരുവിലെ ഒരു സാധാരണക്കാരനാവട്ടെ, ഈ രാജ്യത്തിലെ ഒരു അന്വേഷണ ഏജൻസി 9 തവണ വിളിച്ചിട്ടും ഞാൻ പോവില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ നിങ്ങളുടെ ധൈര്യം എന്താ? നിങ്ങളുടെ മനോഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രാജ്യത്തിലെ നിയമത്തിന് അത് എഴുതിയ കടലാസിൻ്റെ വില പോലും നിങ്ങൾ കൽപ്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പോൾ ഇദ്ദേഹം സുപ്രീം കോടതി വിധിയിലെ പരാമർശത്തെ പറ്റി പറഞ്ഞു. മനീഷ് സിസോഡിയുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീം കോടതി പ്രസ്താവിച്ച വിധിയിൽ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രൈമാ ഫേസി ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് എ ഡീൽ ഓഫ് 338 crores ഹാസ് ടേക്കൻ പ്ലേസ് ആൻഡ് എ ട്രാൻസ്ഫർ ഓഫ് 100 crores ഹാസ് ഓൾസോ ടേക്കൻ പ്ലേസ്. ഒരു ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ബിയോണ്ട് റീസണബിൾ ഡൗട്ട്, സംശയലേശം എന്നീ ഒന്നും നോക്കൂല. ഇവർ പറയുന്നു ഭരണസ്തംഭനം ഉണ്ടാക്കുന്നുവെന്ന്. ഞാൻ ചോദിക്കട്ടെ, നാട്ടിലുള്ള എല്ലാവരും ചോർ ഹേ, ലുട്ടേറെ ഹേ, എന്നല്ലേ ഡാക്കു ഹേ? അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം സബ് ലോഗ് ചോർ ഹേ, ഡാക്കു ഹേ, ലുട്ടേറെ ഹേ. ആരെ കൊണ്ട്? BJP, കോൺഗ്രസ്, ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും അങ്ങനെ പറഞ്ഞ് ജനങ്ങളെ വോട്ട് വാങ്ങി. ആദ്യം കിട്ടിയത് 70-ൽ 67, പിന്നെ കിട്ടിയത് 70-ൽ 68, 62. അങ്ങനെ ഭീമമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്ന് ഇന്ത്യ രാജ്യത്ത് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വലിയ അഴിമതി കേസിൽ കുടുങ്ങി. ഞാൻ ചോദിക്കട്ടെ, 1 കൊല്ലവും 15 ദിവസവുമായില്ലേ അവിടെ കിടക്കുന്നു? മനീഷ് സിസോഡിയ ജാമ്യം കിട്ടിയോ? അപ്പോൾ നിങ്ങളാണ് ഭരണസ്തംഭനം ഉണ്ടാക്കിയത്. ഡൽഹിയിൽ ആരെങ്കിലും ഭരണസ്തംഭനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളാണ്. അഴിമതി കേസിൽ അറസ്റ്റിലായാൽ ആദ്യം ചെയ്യേണ്ടത് രാജിവെക്കലാണ്. നിങ്ങളുടെ പാർട്ടിയിൽ വേറെ ഉണ്ടല്ലോ 3 പേരല്ലേ? സത്യേന്ദ്ര ജെയിനും മനീഷ് സിസോഡിയ അരവിന്ദ് കെജ്രിവാളും അല്ലേ ജയിലിലുള്ളൂ. 59 പേര് വേറെ ഇല്ലേ? അക്കൂട്ടത്തിൽ മുഖ്യമന്ത്രിയാവാൻ ശേഷിയുള്ള ആരുമില്ലേ?
നിങ്ങൾ രാജിവെച്ച ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണം, ദൈനംദിന കാര്യങ്ങൾ നടക്കണം. നിങ്ങൾ ഗവർണറെ ഉപദേശിക്കാൻ പോകുന്നത് ED-യുടെ കസ്റ്റഡിയിൽ നിന്നാ, നിങ്ങൾ ജയിലറയിൽ നിന്നാ. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ജനങ്ങൾ അധികാരത്തിലെത്തിയത് നിങ്ങളെയാണ്. ഡൽഹിയിൽ ഭരണസ്തംഭനം ഇല്ലാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.